മക്കളെ, കലോത്സവം എന്ന് പറയുന്ന സാധനം ഇവിടെ ലിറ്ററലി റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പിള്ളേർ. ഇന്ന് കലാരംഗത്ത് സിനിമാ മേഖലയിൽ നോക്കുകയാണെങ്കിൽ തന്നെ മഞ്ജു വാര്യർ, നവ്യ നായർ, എത്രയോ ആൾക്കാർ, വിനീത്, മോനിഷ, ഇവരെല്ലാം തന്നെ കലോത്സവ വേദിയിൽ കലാപ്രതിഭയും കലാതിലകവും ഒക്കെ ആയിട്ട് ഉയർന്നു വന്നവരാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അതെ, കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവ സമയങ്ങളിൽ കോളേജ് പരിസരത്തിലൂടെ പോയാൽ അന്ന് കോളേജിന്റെ മൈതാനത്തിരുന്ന ഒരു വീണ വായിച്ചുകൊണ്ടിരുന്ന വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ബാലഭാസ്കർ, അദ്ദേഹത്തെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ കലോത്സവ വേദികൾ നോക്കിയാൽ അന്നത്തെ പത്രങ്ങൾ എടുത്താൽ ഇന്ന് കാണുന്ന പല പ്രമുഖ നടീനടന്മാരും ഇന്ന് കാലഘട്ടം മാറി ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കാം പുതിയ ട്രെൻഡ് സിനിമയിൽ കൊണ്ടുവരുന്നത്. എന്നിരുന്നാലും കലോത്സവങ്ങൾ കലോത്സവത്തിന് പോയിട്ടുള്ളവർ അല്ലെങ്കിൽ കലോത്സവമായിട്ട് ബന്ധപ്പെട്ടവർ ഇവർക്ക് വേണ്ടി ഒരു വലിയ കൈയടി കൊടുക്കണം പ്ലീസ്. താങ്ക് യു വെരി മച്ച്. കലോത്സവം എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റ് കോളേജിൽ ബാക്കി വേറെ എന്തൊക്കെ കാര്യങ്ങളിലാണ് താല്പര്യം? വേറെ ക്യാമ്പസ് രാഷ്ട്രീയം വളരെ താല്പര്യമുള്ള വിഷയമാണ് പലർക്കും. ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എന്താണ് താല്പര്യം? തലയടിച്ച് പൊട്ടിക്കുന്നതാണോ? എന്താണ് സംഭവം? തലയിട്ട് പൊട്ടിക്കുന്നതല്ല. അന്നത്തെ ദിവസം ഓൺ സ്ട്രൈക്ക് വിളിക്കുന്ന പല രാഷ്ട്രീയ കോളേജിലെ യുവ നേതാക്കന്മാരും അവരുടെ ആശയങ്ങളൊക്കെ പങ്കുവയ്ക്കും. പിന്നെ നമ്മൾ ടെസ്റ്റിന് പഠിക്കാത്ത ദിവസമാണെങ്കിൽ നമുക്ക് പതുക്കെ ബങ്ക് ചെയ്യാൻ പറ്റുമല്ലോ. ബേസിക്കലി സമരം വന്നാൽ സ്കൂളിൽ പോകണ്ട, അല്ല കോളേജിൽ പോകണ്ട, അല്ലേ? വേറെന്താണ് അഞ്ജന കോളേജിൽ താല്പര്യമുള്ള വിഷയം? എനിക്ക് ക്യാൻറ്റീനിലെ ബഹളങ്ങളും കൊട്ടും ബഹളവും അതെനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്ത വരുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയെ കുറിച്ചുള്ളൊരു ഒരു ഡിസ്ക്രിപ്ഷൻ അവർ തന്നെ തന്നിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ കോളേജിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീൻ, ഹോസ്റ്റൽ, ക്യാമ്പസ് രാഷ്ട്രീയം, അടിപിടി, പ്രേമം, പഞ്ചാരി അടി എന്ന് നമ്മൾ വളരെ പറയാം. അങ്ങനെ മൊത്തത്തിലൊരു ക്യാമ്പസിന്റെ എല്ലാ വർണ്ണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി സ്കിറ്റ്. ഒരുപക്ഷെ ഗാമയിൽ സ്കിറ്റുകൾ കുറച്ച് നാളുകളായിട്ട് വളരെ കുറവാണ്. അപ്പൊ ഞാനിത് വളരെ ആകാംക്ഷയോടെ നോക്കി കാണുകയാണ്. ഒരുപാട് പുതുമുഖങ്ങൾ ഗാമയിലെ പുതിയ മെമ്പേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഭയങ്കര കയ്യടി കൊടുക്കാം, പ്രോത്സാഹിപ്പിക്കണം. പുതിയ കലാകാരന്മാർ ഇത്ര മതിയോ നിതിൻ? പട്ടപ്പുക പ്രൊഡക്ഷൻസ് നിങ്ങൾക്കായി പുകയ്ക്കുന്നു ക്യാമ്പസ് മുതൽ ക്യാമ്പയിൻ വരെ. റൊമാൻസ്, പൊളിറ്റിക്സ്, കോമഡി, ആക്ഷൻ, നൊസ്റ്റാൾജിയ, ഫുൾ കേരള ക്യാമ്പസ് എക്സ്പീരിയൻസ് ഓൺ ദിസ് സ്റ്റേജ് നിങ്ങളുടെ മുൻപിൽ. എൻജോയ്. ക്യാമ്പസ് മുതൽ ക്യാമ്പയിൻ വരെ. തനിനാടൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മോണ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ശീലിച്ചത് UKF-ന്റെ മുന്നേറ്റമാണ്. പക്ഷെ ഇത്തവണ ചരിത്രം കുറിച്ചു LUF. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി. ജയസാധ്യത മാത്രം കണക്കിലെടുത്ത് കത്തിയിൽ ഉറച്ചു നിന്നിരുന്ന UKF-ന്റെ മുൻനിര നേതാവ് ശശി P. പക്ഷെ LUF-ന്റെ പുതിയ യുവ പോരാളി ഗിരീഷ് കാഞ്ഞിരപ്പള്ളിയായ GK ആണ് ശശിയെ ഇത്ര ശശിയാക്കിയത്. നമുക്ക് നോക്കാം കേട്ടോ എന്ന പാഴ്വാഗ്ദാനങ്ങളും +2 സ്കൂൾ +3 ആക്കും, മദ്യം റേഷൻ ചെയ്യും എന്ന നിലപാടുകൾ ജനങ്ങൾ തള്ളിപ്പറഞ്ഞു. മറിച്ച് GKയുടെ AI വികസനം, സ്ത്രീ സംരക്ഷണം എന്ന സ്പഷ്ടമായ ദൃഷ്ടികോണം ജനങ്ങൾ അംഗീകരിച്ചു. ഇതൊരു സാധാരണ വിജയമല്ല, കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായം തന്നെ. അടുത്തതായി ഹോട്ട് സീറ്റ് ന്യൂസ് സെഗ്മെന്റ്. ഇന്ന് നമുക്കൊപ്പം വന്നു ചേരുന്നത് ശ്രീമാൻ GK പഠിച്ച PJ കോളേജിലെ പ്രിൻസിപ്പളായ ഫാദർ വിക്കം കുഴിയിലാണ്. നമസ്കാരം സർ. ഗിരീഷ് കാഞ്ഞിരപ്പള്ളിയുടെ വിജയം കേരളം ആഘോഷിക്കുകയാണല്ലോ. അദ്ദേഹത്തിന്റെ ക്യാമ്പസ് പൊളിറ്റിക്സ് പ്രവർത്തനങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഹായ് മോനല്ലിത്. ഇങ്ങോട്ട് നോക്കിയേ, ഫാനാട്ടോ, കട്ട ഫാൻ. ഒരൊറ്റ ന്യൂസും വിടില്ല. ആ ചുവപ്പ് സാരി ഇടുമ്പോ കളറാട്ടോ. നന്ദി സർ. സമയപരിമിതി ഉണ്ട്, 10 മിനിറ്റ് അനുവദിച്ചിട്ടുള്ളൂ. എങ്കിൽ GK കുറിച്ച്. അയ്യോ, കണ്ട നല്ല ലുക്ക് ഉണ്ടേലും ഞാൻ പ്യൂണ, അച്ഛനല്ലോ. മീനാച്ചു, നീ എന്റെ കസേര കയറിയിരിക്കുന്നേ, നീയാണോ അച്ഛൻ അതോ ഞാനോ? അച്ഛനാ അച്ഛൻ. ഇങ്ങടി ഇരിക്കച്ച. മോനെ വന്നില്ലേ? മോനെയൊക്കെ വന്നു. ഇതങ്ങോട്ട് എടുത്ത് വെച്ചേ.
കണ്ടില്ലേ ഇപ്പൊ കളറായില്ലേ? അപ്പോൾ ഇതാരാ? അതെന്റെ പ്യൂൺ മാഷ, എന്റെ പേര് ഈനാശു. കണ്ടില്ലേ, ഈ പടം ഓടണമെങ്കിൽ ആ സബ് ടൈറ്റിൽ ഇടണം. ആ കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സഖാവ് ജി 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 ആ ഞാൻ പറയാം. ഇന്നത്തെ സഖാവ് GK അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം ഗിരീഷ് കാഞ്ഞിരപ്പള്ളി എന്ന വിദ്യാർത്ഥിയായ ഗിരിയെ അറിയണം. എടാ മാറടാ, എനിക്കറിയാം പറയാൻ. അവന്റെ വളർച്ച അതൊരു കഥ തന്നെയാണ്. അവനെക്കുറിച്ച് ഓർക്കുമ്പോ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് സംഭവങ്ങളും ഒപ്പം സെയിം ബാച്ചിൽ ഉണ്ടായിരുന്ന ഉമ്മച്ചിനെയും സുരേഷിനെയും ജെന്നിയെയും ഒക്കെ ഓർമ്മ വരുന്നു. മക്കളെ പൊളിച്ചി, പിന്നെ കാണാം. ഹലോ ഹലോ. ഹായ്, എന്തു മധുരമായ ശബ്ദം. വാട്ട് എ സ്വീറ്റ് നോയ്സ്. എൻ്റെ പേര് ഉമ്മച്ചൻ. അതിന് ഞാനൊരു സ്വകാര്യം പറയട്ടെ. ഞാൻ ഒരു ലവറാണ്. ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. ഫസ്റ്റായി കർത്താവേ, ഫോക്കസ് മാറി. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതെ 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 അതെ, ചാരിത്രം പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ സംസാരിച്ചാൽ ഈ കൈ കണ്ടോ, ഞാൻ ലടി മേടിക്കും കേട്ടോ. അങ്ങനെ പറയരുത്. ഞാൻ ഒരു പാവം വികാരജീവിയാണ്. എന്റെ ഹൃദയം മോണിക്കയ്ക്ക് മാത്രമുള്ളതാണ്. സന്തോഷമായില്ലേ? ഇപ്പൊ സന്തോഷമായി. നിനക്ക് ഇന്നും കിട്ടിയല്ലേ? ആ കോളേജ് ലീഡർ വാഴ സുരേഷ് അല്ലേ വരുന്നേ? അവനോട് ചോദിക്കടാ, അവൻ എന്തെങ്കിലും സെറ്റാക്കി തരും. എടാ ഉമ്മച്ച, ഇന്നും കിട്ടിയോടാടി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ നിന്റെ ഗതി. KOP പാർട്ടി ഇതിൽ ഇടപെടണം. പുരുഷന്മാരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കാൻ പറ്റില്ല എന്നൊരു കംപ്ലൈന്റ് എനിക്കുണ്ട്. അത് നിന്റെ കൈരൂപ്പുണ്ടല്ലേ. ഇമ്മാതിരി ചീകള് കേസൊന്നും ഞങ്ങൾ എടുക്കാറില്ല. നീ വേണമെങ്കിൽ ഈ പ്യൂൺ മാഷോട് പോയി പറ. ഇല്ല, ഞാൻ ക്ലാസ്സിൽ പോവാ. ഓപ്പ്. എന്റെ പ്യൂൺ മാഷേ, ഈ ചുരിദാർന്ന് കഴുകാൻ മേലെ ഷാറുഖ് ഖാനാണെന്നാ വിചാരം. ഓ ചെല്ലു, പ്രിൻസിപ്പൾ നെഞ്ചു കൊടുക്ക്. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്കങ്ങ് പോകായിരുന്നു. Go to classes. ആര്? ഞാൻ തന്നെ, ഞാൻ പോവാന്നല്ലേ പറഞ്ഞേ. ആ ഐഷു, എന്താ സുരേഷിക്ക? അങ്ങോട്ട് മാറി നിൽക്കടാ. ആ ഐഷു, നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? മറ്റേ സിനിമയിൽ പാടുന്ന കാര്യല്ലേ? അത് ഈ സുരേഷിക്ക ശരിയാക്കി തരാന്നേ. എന്റെ കുഞ്ഞമ്മയുടെ മകന്റെ കൂട്ടുകാരന്റെ വൈഫിന്റെ അമ്മയുടെ കസിനാണ് റഹ്മാൻ. സുരേഷും KP പാട്ടില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. വൈകിട്ടെന്താ പരിപാടി? മീറ്റു മൂവ്മെന്റോ അതോ പോപ്പുലേഷൻ അവയർനെസ്സോ? തനിക്ക് എന്താ ഇത്ര പുണ്യം? ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ എവിടെ ചെന്ന് നിൽക്കും? വല്ല ഐഡിയ ഉണ്ടോ? നാം രണ്ട് നമുക്ക് രണ്ട്, അത് മാറ്റിയിട്ട് നാം ഒന്ന് നമുക്കൊന്നാക്കണം. ഓ മജനി, അതൊന്നും എന്നോട് പറയണ്ട. ഐ ആം ജസ്റ്റ് വികാരജി. ഓ സീൻ വിട്ടെ, എനിക്ക് ചെയർമാനെ ഒന്ന് കാണണം. ആ എല്ലാരും ശ്രദ്ധിച്ചേ, ക്യാനിൽ മസാല ദോശയും ബിരിയാണിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഫുഡ് കൊളത്തിൽ എന്ന് പറഞ്ഞ് ഇനി ആരും കംപ്ലൈന്റ് ചെയ്യരുത്. ഈ സുരേഷ് ഏട്ടനും നമ്മുടെ KP പാർട്ടി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ വർഷവും ജയിക്കുന്നത്. ഈ വർഷവും മറക്കല്ലേ. മസാല ദോശയുടെയും ബിരിയാണിയുടെയും കാര്യമല്ലാതെ ഈ യൂണിയനെ കൊണ്ട് വല്ല സപ്പോർട്ടും ഉണ്ടോ?
ജനിമോളെ നീ ഒന്ന് അടങ്ങ്. സുരേഷ് അച്ഛൻ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ പറ്റുമോ? ഓഹോ, അതുകൊണ്ടാണ് എല്ലാം അവഗണിക്കപ്പെടുന്നത്. ഓ അതല്ല ജനിയെ ഞാൻ ഇടപെടണോ? താൻ മിണ്ടരുത്. അവന്മാര് മൂത്രപ്പുരയ്ക്ക് ഫണ്ട് തരുന്നില്ലെന്നാ പറയണേ. അവന്മാര് വെളിയിലൊഴിക്കാന്നാ പറയണേന്ന്. ആർക്കട പുറത്തൊഴിക്കേണ്ടത്? എടാ സുരേഷ്, എടോ എന്റെ തന്റെ ഫ്രണ്ട്. എന്റെ ഫ്രണ്ട് അല്ലേ ഈ കാണുന്നത്? എടോ തന്റെ ഫ്രണ്ട് ഗിരി എവിടെയെന്ന് എനിക്ക് 2 പോസ്റ്റർ ചെയ്തു തരാന്ന് പറഞ്ഞായിരുന്നു. ഗിരിയെ കറക്റ്റ് ടൈമിൽ നീ വന്നല്ലോ, അല്ലേ ഇവള് എന്നെ കൊന്നേനെ. സോറി ജെനി, കുറച്ച് ലേറ്റായി. പക്ഷെ താൻ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സ് കിട്ടി. 1 ഇന്ത്യയുടെ പോപ്പുലേഷൻ കൺട്രോൾ, 2 നമ്മുടെ സൗദിയുടെ പെങ്ങന്മാർക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഫ്രീഡം സപ്പോർട്ട്. അല്ല, ഈ സൗദി അറേബ്യയിലെ പെൺകുട്ടികളെ നമ്മൾ ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നീ പറയല്ലേ ഉമ്മ. സൗദി ആണെങ്കിലും കേരളം ആണെങ്കിലും നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണ്ടേ? ആ സ്ത്രീകൾ, അവരെ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അയ്യോ, ആ ഡ്രാക്കുളയല്ലേ വരുന്നേ? ആരുടെ ചോര കുടിക്കാനാണോ വാവോ? ഞാനൊരു വീഡിയോ എടുത്തേക്കാം, എന്റെ ഇതൊക്കെ തട്ടും. ഇടുക്കള അങ്ങേരുടെ ഒരു അവിഞ്ഞ നോട്ടും ആമവാദം പോലത്തെ ഒരു നടപ്പും എനിക്കങ്ങനെ കണ്ണെടുത്ത കണ്ടൂടാ. സാർ, ഹലോ സാർ. പപ്ലിവരന്മാരെല്ലാരും ഉണ്ടല്ലോ ഇവിടെ. ക്ലാസ്സിൽ കയറാതെ ഒരുത്തനും പരീക്ഷ എഴുതാൻ ഒരു വിചാരം വേണ്ട. ഏടി ജേനിയെ നീ എവിടെ ഉണ്ടോ? എന്നാ ആടി അവധിക്ക് വീട്ടിൽ നല്ല പോത്തും പോറുപ്പൊക്കെ കഴിച്ച് നീ ഒന്ന് കൊഴുത്തലോടി വന്നേ. ബയോളജി പഠിച്ചിട്ടില്ലേ? എക്സസ് ഫാറ്റ് എല്ലാം സെല്ലി സ്റ്റോർ ആകും, നീ ഉരുണ്ടുരുണ്ട് ബോൾ പോലാകും. പാട്രിയക്കൽ സൊസൈറ്റി ഒരു സാറായി പോയി. അല്ലായിരുന്നെങ്കിൽ ഇയാളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് അയക്കണം. കാലം എത്ര മാറിയാലും ഇങ്ങനെ കുറെ പേരുണ്ട്. ഇത് ബോഡി ഷേമിംഗ് അല്ലേ? ജനി കരയാതെ ജനി. ഗിരിയെ സീൻ ഡാർക്കാണ് കേട്ടോ ഇവിടെ. നീ ഫോൺ കാണേ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. സാർ എന്താടാ? സാർ, ജെനിയോട് പറഞ്ഞു തൊട്ട് ശരിയായില്ല. ഇത് ബോഡി ഷേമിംഗ് ആണ്. സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇറ്റ് വാസ് ജസ്റ്റ് എ കാഷ്വൽ ജോക്ക്. അത് അങ്ങനെയല്ല സാർ. റെസ്പെക്റ്റും ഉയർന്ന ചിന്താഗതിയും വളർത്തേണ്ട സ്ഥലമാണ് കോളേജ്. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നാടെങ്ങനെ നന്നാവും? എടാ ഗിരീഷേ, ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായി ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? പബ്ലിക്കായി അപമാനിച്ചാൽ പബ്ലിക്കായി തന്നെ മാപ്പ് പറയണം. സാർ ഈ നിസ്സാര കാര്യത്തിന് സോറി ഒന്നും പറയണ്ട. സാറിന് KP പാർട്ടിയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. ആ കോപ്പുമില്ല, ഒരു മാപ്പുമില്ല. പിന്നെ ഈ സില്ലി മാറ്റേഴ്സിനല്ലേ ഈ ഇടുക്കുള്ള മാപ്പ് പറയാൻ പോകുന്നത്. എന്നാ പിന്നെ ഞങ്ങൾ ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാക്കും. ആ ഒരക്ക നീ ധൈര്യം ഉണ്ടെ ചെയ്യടാ. അത് ഒന്ന് പോയടാ നീ. സാറേ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലാണ്. ചുമ്മാ ഏറി കയറിയാൽ പിന്നെ താഴെ ഇറങ്ങാൻ വലിയ പാടാട്ടോ. ആ മാന്തോപ്പിന്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ? ഒരു സോറി അല്ലേ, അതങ്ങോട്ട് പറ സാറേ. ഓ ഭീഷണി. ഇത് വൈറലാക്കും, ഇന്റർനെറ്റിൽ കയറ്റും, ക്യാമ്പസിൽ നാറ്റിക്കും എന്നല്ലേ? സമ്മതിച്ചട ഊളകളെ. പറ്റിപ്പോയി മോളെ ജെനി, നിന്റെ ഇടുക്കുള്ള സാറല്ലേ, സോറി. എടി അഞ്ജു, വൈ ആർ യു ഹിയർ? ഗോ ടു യുവർ ക്ലാസസ്. കൊള്ളാം, ഇവനാള് കൊള്ളാം. കൈയടിക്കും മക്കളെ നമ്മുടെ ഗിരിക്ക് വേണ്ടി. ഗിരിയേട്ടൻ 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 ഗിരിയേട്ടൻ. എടി അഞ്ജു, ഇന്ന് നിങ്ങക്ക് പ്രോഗ്രാം ഇല്ലേ? ജെനിയെ വിളിച്ചോണ്ട് പോയി റെഡിയാവും. അതെ ഗിരി, ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാമിന് എല്ലാ സപ്പോർട്ടും വേണം. ജെനിയാണ് കൊറിയോ ചെയ്തേ. പ്രൈസ് നമുക്ക് അടിക്കണം, വൻ വിജയമാക്കണം. ഒന്നും പേടിക്കണ്ട, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഇത് നമ്മൾ പൊളിക്കും. ഇവിടെ കരഞ്ഞുകൊടുക്കാതെ പോയി റെഡിയാവും ജെനി. ഹലോ ഗൈസ്, എല്ലാവരും റെഡിയാണോ? ഈ വർഷത്തെ നമ്മുടെ കലാമേളയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ടാലന്റ്, എനർജി, വൈബ്സ് എല്ലാം ഇന്ന് ഈ സ്റ്റേജിൽ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. Please put your hands together and make it loud for Anju and team.
ഇതെന്ത് പാട്ടാമ്പാണേ, ഡാൻസ് വരുന്നില്ലല്ലോ. ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ശ്രദ്ധിക്കാം. DJ നമ്മുടെ സ്വന്തം ആളാ. നമുക്ക് ഈ പാട്ട് മാറ്റാം. ശലായി എടാ ജോജി, ഒരു അടിച്ചുപൊളി പാട്ട് വെക്കടാ. ബ്രില്യന്റ്. ഇത് കോളേജാണ്, പുറത്തുനിന്നുള്ള ഗുണ്ടായിസ് അവിടെ പറ്റില്ല. ഇടി അതെ, നല്ല പൊളപ്പനിടിയായിരുന്നു വെച്ചാ. അതല്ലടാ, ഇടുക്കളെ പോയി പിടിക്കടാ. നിർത്താൻ. എടാ, എന്റെ ക്യാമ്പസിൽ വന്ന് എന്റെ പിള്ളേരെ തല്ലുന്നോ? നീയൊക്കെ ഏതാണാ? അവരെന്റെ സപ്പോർട്ടേഴ്സ് ആണ്. പാർട്ടിയും സപ്പോർട്ടേഴ്സ് ഒക്കെ വെളിയിൽ, ഇത് ക്യാമ്പസാ. ഗിരി, നിന്റെ സൗകര്യം തീർക്കേണ്ടത് ഇവളുടെ രംഗത്തല്ല, അതൊക്കെ അങ്ങ് ഇലക്ഷനിൽ. ഈ വർഷം ഞാൻ മത്സരിക്കും നിനക്കെതിരെ. എന്നാ കാണാടാ. എന്റെ കൈ ധരിക്കുന്നു. പ്രിൻസിപ്പൽ, ഞാൻ ഇവിടെ തീരുമാനം എടുക്കുകയാണ്. ഇനി വിളിക്കുന്നോടോ പാതിരി. മൈ കോളേജ് എന്ന് അച്ഛൻ ഉദ്ദേശിച്ചേ. വിട്ടോ മോനെ. മോനെ, ഞങ്ങൾ പോകുന്നു. തോറ്റിട്ടില്ല. വെള്ള ഉടുപ്പിട്ടവരെ വേദനിക്കാൻ പാടില്ല. വാമ്മാനെ. കരയണ്ട. എടാ, എന്റെ അണ്ണൻ പാവമാടാ. അണ്ണ ഹാപ്പി അല്ലേ? ഞാൻ നല്ല ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാ. ഓക്കെ. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുട്ടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. മതകളയരുതമ്പിണിയെ പുതു സമ്മാനമാക്കൂ സ്വാതരിയെ. അടിമുട്ടി കറയുള്ള കടലിന്റെ അഴിമതി ഇനിയില്ല വോട്ട്. കുറുവടി കൊല വിളി നടത്തണ മസിലിന്റെ കുറിക്കുള്ള മറുപടിയോട്ട്. ആണും പെണ്ണും കെട്ടവനയെ ആരും നൽകരുതോട്ട്. തനിയാണെങ്കിൽ എന്നുട വകയായി ഉണ്ടാകും 1000 വോട്ട്. ഭരണ പാർട്ടിക്കൊട്ടില്ല, ഭരണി പാർട്ടി വോട്ടില്ല. വോട്ട്. അറ്റൻഷൻ സ്റ്റുഡൻസ്, 2026 വോട്ടെണ്ണൽ ഇതാ പൂർത്തീകരിക്കുന്നു. 1364 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഗിരീഷ് കാഞ്ഞിരപ്പള്ളിയാണ് ഈ ഫസ്റ്റ് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഗിരീഷിൽ ഒരു ലീഡറിന്റെ സ്പാർക്ക് ഞാൻ അന്ന് കണ്ടു. ഇലക്ഷൻ വിൻ ചെയ്തതും അന്ന് ഗിരീഷ് തന്നെയായിരുന്നു. GKയുടെ രാഷ്ട്രീയ തുടക്കം അവിടെ മുതലായിരുന്നു. സമയം കഴിയാറായി. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ച ഫാദറിനോടും പിയൂൺ മാഷിനോടും നന്ദി. പോലെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ക്യാമ്പസ് മുതൽ ക്യാമ്പയിൻ വരെ GKയുടെ പദയാത്ര തികച്ചും കേരള രാഷ്ട്രീയത്തിന് അനിവാര്യം തന്നെ. ഇതോടൊപ്പം എല്ലാവർക്കും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ മോണ. തനിനാടൻ ന്യൂസിനൊപ്പം നന്ദി, നമസ്കാരം. ശരിക്കും ഒരു ക്യാമ്പസിലേക്ക് തിരിച്ചു ചെന്ന ഫീൽ അല്ലേ? ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി കൊടുക്കാം. ശരിക്കും എനിക്ക് എന്റെ ക്യാമ്പസ് കാലഘട്ടം ഓർമ്മ വന്നു. ഞാൻ ക്യാമ്പസിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ആദ്യമായി മറ്റൊരു പാർട്ടി ക്യാമ്പയിൻ വിൻ ചെയ്താണ്. പാർട്ടിയുടെ പേരുകളൊന്നും നമ്മളോട് പറയുന്നില്ല. ഇലക്ഷനൊക്കെ നാട്ടിൽ മാത്രം പറയുന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന
കുറച്ചു പേരെങ്കിലും ഇവിടെ ഉണ്ടായിരിക്കും. ആ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരൊന്ന് കൈയടിച്ച് കേൾക്കട്ടെ. ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നോ? ആ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ എനർജി കൊണ്ടുവരാൻ നമുക്ക് ഗാമ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഓൺ സ്ട്രൈക്ക് വിളിച്ചാലോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞങ്ങൾ ഓൺ സ്ട്രൈക്ക് വിളിച്ചാൽ കൂടെ വിളിക്കാൻ തയ്യാറാണോ?